പലതരം കേക്ക് നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇങ്ങനത്തെ ഒരു ബിസ്ക്കറ്റ് കേക്ക് നിങ്ങൾ കഴിച്ചണോ? ഇല്ലെങ്കിലുണ്ടെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. ആകെ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് മതി. സംഭവം നല്ല എളുപ്പമാണ്. പെട്ടെന്ന് ഉണ്ടാക്കണം എന്ന് തോന്നുമ്പം എന്തായാലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഗുഡ് ഡേൻ്റെ ബിസ്ക്കറ്റായിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങളെ കയ്യിൽ ഏത് ബിസ്ക്കറ്റ് ഉണ്ടെങ്കിലും എടുത്ത് നോക്കാം. പിന്നെ സോൾട്ടഡ് ബിസ്ക്കറ്റ് ആണെങ്കിൽ ഇത്തിരി പഞ്ചസാര ഇട്ട് കൊടുക്കണമെന്നേ ഉള്ളൂ. ഇതിൽ ഞാൻ ഒട്ടും ഷുഗർ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഈ ബിസ്ക്കറ്റ് ചോപ്പറിലിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ട് ഇത് ഞാനൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ആകെ ആഡ് ചെയ്യണത് പാലും അതിനൊക്കെ ആവശ്യമായിട്ടുള്ള ബേക്കിംഗ് സോഡയും മാത്രമാണ് കേട്ടോ. അപ്പം പാൽ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇത്തിരി ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഇങ്ങനെ ക്ലിയർ ആവുന്നവരെ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ബേക്കിംഗ് സോഡയും കൂടി ആഡ് ചെയ്യുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ ഇടയിൽ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാലൊഴിച്ച് കൊടുത്തിട്ട് ആ ബാറ്റർ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്. എന്നിട്ട് നമ്മളിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഇത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സ്പാച്ചിൽ കൊണ്ട് തന്നെ മേലൊക്കെ ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം ബിസ്ക്കറ്റ് ഇതേപോലെ ഒന്ന് ഒരു ഭംഗിക്ക് വേണ്ടി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ടൊരു പണിയില്ല, 180 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റൊക്കെ ഇത് ബേക്ക് ചെയ്തെടുത്താൽ മതിയാവും അവനിൽ. അഥവാ അവനില്ലാത്തവർ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് അവനിൽ വെച്ച സമയത്ത് കറണ്ട് പോയിട്ടേനി. അപ്പം ഞാനിത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ അവനിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇഡ്ഡലി കുക്കറിൽ നല്ലൊരു ഈ കേക്ക് ടീന് നന്ന രീതിയിൽ അടച്ചിട്ടാണ് പിന്നെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 10 മിനിറ്റൊക്കെ അങ്ങനെ വേവിച്ചാൽ തന്നെ നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടും. അപ്പോൾ അത് കട്ട് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. കാരണം നമ്മൾ എത്ര ബിസ്ക്കറ്റാണോ വെച്ചത് അത്ര പീസസ് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഗുമ്മുണ്ടാവുള്ളൂ. മറ്റേത് ബിസ്ക്കറ്റ് പൊട്ടിക്കുമ്പം ആ കാണാനുള്ള ഭംഗി ഉണ്ടാവില്ലല്ലോ. അങ്ങനെ നമ്മൾ ഗുഡ് ഡേ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ കേക്കിന് ഇപ്പോഴാണ് എനിക്കിൻ്റെ പേര് കിട്ടിയത്, ഗുഡ് ഡേ കേക്ക്. അപ്പോൾ നിങ്ങളെ ബിസ്ക്കറ്റ് എന്താണോ ആ പേര് തന്നെ ആ കേക്കിനാണ് ഇട്ടോളി. അപ്പോൾ സംഗതി നല്ല എളുപ്പേനി. അപ്പോൾ കഴിച്ചവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ നിങ്ങളെ കയ്യിലും പെട്ടെന്ന് എന്തെങ്കിലും ഒരു ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് തപ്പിയെടുത്തിട്ട് ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കിക്കോളിട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ പിന്നെ കാണാം. ബൈ.